നമസ്കാരം, സെഡ്കോ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം അതിരുകടക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% ഉയർത്തി ചൈനയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇന്നു മുതൽ പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചപ്പോൾ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ ചൈനയ്ക്ക് മേലുള്ള യുഎസിന്റെ പകരച്ചുങ്കം അടിസ്ഥാനരഹിതമാണെന്നും ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തൽ രീതിയാണെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു. അതേസമയം 70ഓളം രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്കായി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ലോകത്തിന് അമേരിക്കയുടെ ആവശ്യമുണ്ടെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവമായ സമീപനമുണ്ടായാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ആശാ സമര സമിതി CPM ജനറൽ സെക്രട്ടറിക്ക് അയച്ച തുറന്ന കത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ സത്വര നടപടിയെടുക്കാനുള്ള അഭ്യർത്ഥന. അതേസമയം സമരം തീർക്കാൻ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനായി ആകർഷകമായ പ്രതിഫലം നൽകി പ്രൊഫഷണൽ വിപ്ലവകാരികളെ CPM റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. പല സംസ്ഥാനങ്ങളിലും മുഴുവൻ സമയ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മധുര പാർട്ടി കോൺഗ്രസ് ഈ തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി പലവട്ടം വ്യക്തമാക്കിയതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാലയിലെ MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും. ഇക്കാര്യത്തിൽ VC ആണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ബൈക്കിൽ ഉത്തരക്കടലാസ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയത് വീഴ്ചയെന്നാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. പൂജപ്പുര ICM കോളേജിലെ ഗസ്റ്റ് ലെക്ചററാണ് അധ്യാപകൻ. പുനഃപരീക്ഷയ്ക്ക് വേണ്ടി വന്ന ചിലവ് ഈ കോളേജിൽ നിന്ന് ഈടാക്കാനും തീരുമാനമുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രാദേശിക പ്രതിരോധ പദ്ധതി തയ്യാറാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഓരോ തദ്ദേശ സ്ഥാപന തലത്തിലും പദ്ധതി തയ്യാറാക്കും. മുൻ വർഷങ്ങളിലെ പകർച്ചവ്യാധികളുടെ കണക്കുകൾ പരിശോധിച്ച് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി വിശകലനം നടത്തി പ്രതിരോധം ശക്തമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KSRTCക്ക് സർക്കാർ സഹായമായി 102 കോടി രൂപ കൂടി ധനവകുപ്പ് അനുവദിച്ചു. പെൻഷൻ വിതരണത്തിനായാണ് 72 കോടി രൂപ. മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമാണ് 30 കോടി രൂപ അനുവദിച്ചത്.